നമ്മുടെ ഇവിടെ ഇന്നോവേഷൻ അധികം നടക്കുന്നില്ല, നമ്മൾ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നില്ല. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഫാർമ കമ്പനിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുന്നേ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റീസെൻ്റ്ലി വന്നൊരു ഒരു വെബ് സീരീസ് ഉണ്ട്. അതിൽ ആ ഫാമാണ് വിംബോളിയൊക്കെ അഭിനയിക്കുന്നത്. അതിൽ കുറേ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയാലും കോൺട്രവേഴ്സി ഉണ്ടാകുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. അതിലെപ്പോഴും പറയാറുണ്ട്, എത്ര പറഞ്ഞാലും അങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ആക്കം കൂടുന്ന രീതിയിലാണ് ഈ ഫാർമ എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഡിസ്കഷൻ പോയത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി അടുത്ത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ്, ശരിക്കും അത് ഉള്ളതാണോ, എന്താണ് എൻ്റെ റിയാലിറ്റി? ഞാൻ കണ്ടതാണ് മുഴുവൻ സീരീസ് ഞാൻ ഒറ്റ ബിഞ്ച് വാച്ച് ചെയ്തതാണ്. കുറേ കഥ ശേഷം ഒരു മലയാളം സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല രസമുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ അതൊരു സെൻസേഷണലിസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കുറേ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഹീസ് ഒരു മെഡിക്കൽ റെപ്പോ അങ്ങോട്ടും ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ മുകളിലാണ് ഇദ്ദേഹം ഇത് എടുത്തിരിക്കുന്നത്. പ്രശ്നങ്ങളും അതിന് ഏതറ്റം വരെ നമ്മൾ പോകും എന്നുള്ളതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഇപ്പോൾ ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്ന ആൾക്കാർ, പലതും പറഞ്ഞിട്ട് ആൾക്കാർ വിൽക്കും. റൈറ്റ്, ഫാർമ ഫൈനലി വലിയൊരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഇന്ത്യൻ ഫാർമ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ. നമ്മുടെ ഇവിടെ ഇന്നോവേഷൻ അധികം നടക്കുന്നില്ല, നമ്മൾ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു മരുന്ന് പേറ്റന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ഉണ്ടാക്കും, നമ്മളത് ലോകം മുഴുവൻ സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ട്, നമ്മുടെ കോസ്റ്റ് ഭയങ്കര കുറവാണ്.